മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. ഇൻ്റഗ്രൽസ് എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിങ്. ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിലേക്ക് പോകുന്നതിന് മുൻപേ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ആശയം എന്താണെന്നും ഇൻ്റഗ്രൽസിൽ വരുന്ന ഫോർമുലകളെക്കുറിച്ചും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത് സംബന്ധിച്ചും നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന കാര്യം കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നതിൻ്റെ ഇൻട്രൊഡക്ഷനും ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ആശയം എന്താണെന്നും അതിൻ്റെ ഒരു ജിയോമെട്രിക്കൽ ഐഡിയയും അതുപോലെ തന്നെ ഫോർമുലാസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞ ആശയത്തിലേക്കൊന്ന് പോയി നോക്കാം. ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നമുക്ക് ഇൻ്റഗ്രൽസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. അതിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപേ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്ന് പറയാം. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത് നമുക്കൊരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ആൻസർ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഏത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്നതിനെ പറ്റി അന്വേഷിക്കുമ്പോഴാണ് നമ്മൾക്ക് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത്തരം രീതിയിലുള്ള പ്രോബ്ലംസുകളാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയത്തിലേക്ക് കണക്ഷൻ വരുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കാതെ, ഏതോ ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ചെയ്ത ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒറിജിനൽ ഫംഗ്ഷൻ ഏതാണ് എന്നുള്ള രീതിയിലുള്ള പ്രോബ്ലംസുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നതിൻ്റെ ആവശ്യകത കയറി വരുന്നത്. ഫംഗ്ഷൻസുകളൊക്കെ നമുക്ക് ഗ്രാഫിക്കലായി റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ ഗ്രാഫിക്കലായി ഫംഗ്ഷൻസുകളെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക കണ്ടീഷൻസുകൾ വെച്ചുകൊണ്ട് അതിൻ്റെ താഴെ ഭാഗത്ത് വരുന്നതിൻ്റെ ഏരിയ എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയം നിലനിൽക്കുന്നത്. ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ താഴെ ഭാഗത്ത് വരുന്ന ഏരിയ സർട്ടൻ കണ്ടീഷൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. റെസ്ട്രിക്റ്റ് ചെയ്തതിന് ശേഷം ആ ഏരിയ എന്ന് പറയുന്ന ആശയം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ രീതിയിലുള്ള പ്രോബ്ലംസുകളാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയത്തിലേക്കുള്ള കണക്ഷനായിട്ട് വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ബോർഡിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ അവിടേക്കൊന്ന് ശ്രദ്ധിക്കുക. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് എ ഫംഗ്ഷൻ വെനെവർ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈസ് ഗിവൺ. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഏത് ഫംഗ്ഷനെയാണോ ഡെറിവേറ്റീവ് ചെയ്ത് എന്നുള്ള ആ ഒരു പ്രോസസ്സ് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾക്ക് ആദ്യത്തെ രീതിയിലുള്ള ടൈപ്പ് പ്രോബ്ലംസുകൾ വരുന്നത്. ആ ടൈപ്പ് പ്രോബ്ലംസുകളിലേക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് അത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയത്തിലേക്ക് പോകുന്നത്. ദ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ അണ്ടർ സർട്ടൻ കണ്ടീഷൻ. ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫിനെ കുറച്ച് കണ്ടീഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, ബൗണ്ട് ചെയ്യാണ്. ആ ബൗണ്ട് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രോബ്ലംസിലേക്ക് പോകുമ്പോൾ അത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തുന്നു. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന സെക്ഷനും കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രൽ കാൽക്കുലസ് എന്ന് പറയുന്ന ആശയം പറയുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലേക്ക് കണക്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് പ്രോബ്ലംസ് ആണ്, അതുപോലെ തന്നെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞ ആശയം കയറി വരുന്നത് ഇൻ്റഗ്രേഷൻ ആസ് ആൻ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സിനെയാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. ഈ ഒരു ആശയം നിങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് എക്സാമ്പിൾസുകളൊന്ന് എടുക്കുകയാണ്. നമ്മൾക്കറിയാം ഡെറിവേഷൻ ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണെന്നറിയാം. ഡെറിവേഷൻ ഓഫ് സൈൻ എക്സ് പ്ലസ് സി, ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തെടുക്കുകയാണ്. അവിടെ കോൺസ്റ്റന്റ് ഡെറിവേഷൻ 0 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെറിവേഷൻ എന്താണ് കിട്ടുന്നത്, കോസ് എക്സ് എന്ന് പറഞ്ഞ ആശയം തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ ഡെറിവേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2x ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഡെറിവേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി ഈക്വൽ ടു 2x തന്നെയാണ് കിട്ടുക എന്നുള്ള ആശയം പറയാം. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ എക്സിൻ്റെ ഡെറിവേഷനാണ് കോസ് എക്സ് എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരാശയം ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോൾ കോസ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രലാണ് എന്ത് വരിക, സൈൻ എക്സ് എന്ന് പറഞ്ഞ ആശയം പറയുക. ഇതിനെ ഒന്നും കൂടി ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം,
കോസ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രലിനെ സൈൻ എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ആൻസർ പറയാം. സൈൻ എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി 0 ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ കിട്ടുക. സി എന്ന് പറയുന്നതിന് 0 അല്ലാതെ വേറെ ഇഷ്ടം പോലെ വാല്യൂസുകൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ സീൻ്റെ സ്ഥാനത്ത് ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ആശയം ഉള്ളത് കൊണ്ട് തന്നെ കോസ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എക്സ് അല്ല, സൈൻ എക്സ് പ്ലസ് 1 അല്ല, സൈൻ എക്സ് പ്ലസ് 2 അല്ല. ജനറൽ ഐഡിയയിൽ നമുക്ക് എന്ത് പറയാം, സൈൻ എക്സ് പ്ലസ് സി ആണെന്ന് പറയാം. അപ്പോൾ അവിടെ ജനറൽ ആയിട്ടുള്ളൊരു ആശയമാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 2x എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രലാണ് എന്ത് വരിക, x² വരിക. എന്നാൽ ഇതിനേക്കാൾ ഒന്നുകൂടി ജനറലൈസ് ഐഡിയയിൽ എന്ത് പറയാം, 2x എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ x² പ്ലസ് സി ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റൈറ്റിലേക്ക് പറയുമ്പോൾ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ആശയമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറയുന്ന സമയത്ത് എന്താണ്, ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ആശയമാണ് ഉപയോഗിക്കുന്നത്. ഇൻ്റഗ്രൽസ് കണ്ടെത്തുക എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സിനെയാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ആശയം പറയുക. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ആശയം ചിന്തിക്കേണ്ട എന്താണ്, സൈൻ എക്സിൻ്റെ ഡെറിവേഷനാണ് കോസ് എക്സ് എങ്കിൽ കോസ് എക്സിൻ്റെ ഇൻ്റഗ്രലാണ് സൈൻ എക്സ് വരിക. ഒന്നും കൂടി ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ കോസ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രലാണ് സൈൻ എക്സ് പ്ലസ് സി. അതുപോലെ തന്നെ e⁻x എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രലാണ് e⁻x പ്ലസ് സി എന്ന് പറയുന്ന ആശയം കയറി വരുന്നത്. അതുപോലെ x² പ്ലസ് സി എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 2x ആണെങ്കിൽ 2x എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, x² പ്ലസ് സി എന്ന് പറഞ്ഞ ആശയമാണ്. അപ്പോൾ നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്, അല്ലെങ്കിൽ 2x എന്ന് പറഞ്ഞ ആശയത്തിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ് എഴുതുന്നത് ഒരു ഫംഗ്ഷൻ മാത്രമല്ല, അതിൽ കുറേയധികം ഫംഗ്ഷൻസുകൾ വരുന്നുണ്ട്. നമുക്ക് ജിയോമെട്രിക്കൽ ഐഡിയ പറയുമ്പോൾ ഒന്നുകൂടി ഡീപ്പായിട്ട് അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ ആശയമാണ്. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആശയം നമ്മൾ പറയുമ്പോൾ എന്താണ്, അത് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ആശയത്തിലേക്കാണ് പോകുന്നത്. ഈ രണ്ട് കാര്യത്തിൽ നിന്നും നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് സി ആണെന്ന് മാത്തമാറ്റിക്കൽ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയം നമ്മൾ വായിക്കേണ്ടത് അങ്ങനെയാണ്, ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞിട്ടാണ്. ആ സിമ്പിൾ അങ്ങനെയാണ് നമ്മൾ ഇടേണ്ടത്. ഇതിൽ ഏതിനെയാണോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഇൻ്റഗ്രൻ്റ് എന്നാണ് പറയുക. അതുപോലെ തന്നെ ഈ രണ്ട് കാര്യത്തിനോടും കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, മാത്തമാറ്റിക്സ് നൊട്ടേഷൻ പറയുമ്പോൾ ഇൻ്റഗ്രൽ 2x dx എന്ന് പറയുന്നത് x² പ്ലസ് സി ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. d/dx ഓഫ് ക്യാപിറ്റൽ f ഓഫ് എക്സ് പ്ലസ് സി ഈക്വൽ ടു സ്മോൾ f ഓഫ് എക്സ്. അതായത് ഇവിടെ ഫംഗ്ഷൻ ഏതാണെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എടുത്തു, അത് ക്യാപിറ്റൽ f ഓഫ് എക്സ് ആണ്. അപ്പോൾ f ഓഫ് എക്സ് പ്ലസ് സി ചെയ്താലും ഡെറിവേഷൻ എന്താണ് കിട്ടുക, സ്മോൾ f ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ സിംബോളിക്കലി കണക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ f ഓഫ് എക്സ് dx എന്ന് പറയുന്നത് ക്യാപിറ്റൽ f ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞു വരും. ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ ആണ്. അപ്പോൾ f ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ ഇൻ്റഗ്രൻ്റ് എന്ന് പറയും. ഇതിൻ്റെ വാരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് റെസ്പെക്ട് ടു എക്സിലാണ്, അതുകൊണ്ട് തന്നെ വാരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ എക്സ് എന്ന് പറയുന്ന കാര്യമാണ്. ഈ ക്യാപിറ്റൽ f ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ ആൻറ്റി ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇത്രയുമാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് ശരിക്കും മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആകെ എത്ര ഐഡിയ ഉള്ളൂ, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ കിട്ടുന്നു. ആ ഫംഗ്ഷനെ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, ഒറിജിനൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് എത്തുന്നു. ഈ ഒരു ഐഡിയ ആണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ഈ ഒരു കാര്യം മാത്രം ഓർമ്മയിൽ വെക്കുക. f ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ f ഓഫ് എക്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഈ ക്യാപിറ്റൽ f ഓഫ് എക്സ് മാത്രമല്ല, അതിനോടൊപ്പം ഒരു സി കൂടി ഉണ്ടാവും. അത് ഇതിൻ്റെ ജനറൽ ഐഡിയയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സിക്ക് നിങ്ങൾക്ക് ഏത് വാല്യൂസുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ആ സിനെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ആശയമാണ് അത് പറയുന്നത്. അപ്പോൾ സ്മോൾ f ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ f ഓഫ് എക്സ് പ്ലസ് സി ആണ്. അപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം കൂടി പഠിക്കുക, ക്യാപിറ്റൽ f ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ് ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് സ്മോൾ f ഓഫ് എക്സ് ആയിരിക്കും. അടുത്തതായി നമുക്ക് പറയാനുള്ളത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറേ ഫങ്ഷൻസുകളുടെ ഡെറിവേറ്റീവുകൾ കണ്ടെത്തുക എന്ന് പറയുന്നതുമായി ബേസ് ചെയ്തിട്ട് കുറേ ഫോർമുലാസുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഫോർമുലാസുകൾ നമുക്ക് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡിഫറൻസിയേഷനിൽ പഠിച്ച ആശയം തന്നെ മതി ശരിക്കും, പിന്നീട് തിരിച്ചാലോചിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് പറയുന്നുണ്ട്, ആ കാര്യങ്ങൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ പറയുന്ന ഫോർമുലാസുകൾ മാത്രം ഒന്ന് ലിസ്റ്റ് ചെയ്യുകയാണ്. ഈ ഫോർമുലാസിനെ ബേസ് ചെയ്ത് കൊണ്ടിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടീസ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നേരിട്ടിട്ട് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത്.
ബോർഡിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോർമുലാസുകളാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ ഫോർമുലയിലേക്കും നിങ്ങളൊന്ന് കണ്ണോടിക്കുക. ഫസ്റ്റ് പറയുന്നത് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് സി. ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് രണ്ടും വരികയാണെങ്കിലും ആൻസർ എന്താണ് വരിക? എക്സ് പ്ലസ് സി എന്ന് പറയുന്ന കാര്യമാണ്. ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ സീക് സ്ക്വയർ എക്സ് ഡി എക്സ് ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ സീക് എക്സ് ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു സീക് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ കൊസീക് എക്സ് കോട്ട് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക് എക്സ് പ്ലസ് സി. ഇവിടെ ഈ ഫോർമുലാസുകളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഫോർമുലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കേസുകൾ ഇതൊക്കെയാണ്. സൈൻ എക്സിന്റെ ഡെറിവേഷൻ കോസ് എക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സ് ആണ്. അതുപോലെ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് വരിക? എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ആശയമാണ് വരിക. അതുപോലെ എക്സ് റേസ് ടു n+1 ബൈ n+1 ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എക്സ് റേസ് ടു n മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1 പ്ലസ് സി. ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് എക്സിൻ്റെ പവറിൽ ഏത് നമ്പർ വരികയാണെങ്കിലും നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഓർമ്മയിൽ വെക്കുക. ബാക്കി ഇതെല്ലാം ഡയറക്റ്റ് ഫോർമുലാസുകളാണ്. ഇതൊക്കെ നിങ്ങൾ ഡെറിവേറ്റീവിലേക്ക് കണക്ട് ചെയ്ത് പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡെറിവേറ്റീവ് പഠിക്കുക, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞ ആശയം പഠിക്കുക. പിന്നെ അത് റിവേഴ്സ് ആലോചിക്കാനുള്ള ഒരു ആശയം ഓർമ്മയിൽ വെച്ചാൽ മതി. സീക് എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻ എന്താ? സീക് എക്സ് ടാൻ എക്സ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? സീക് എക്സ് പ്ലസ് സി വരും. കോട്ടെക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ ആവും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അത് മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. ഇവിടെ മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ കോട്ടെക്സ് എഴുതിയാൽ മതി. പക്ഷേ ചെറിയൊരു വ്യത്യാസം അവിടെ കാണാം. ഇവിടെ കൊസീക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ ആണ് എന്ത് പറയുന്നത്? മൈനസ് കോട്ടെക്സ് പ്ലസ് സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കോസിൻ്റെ കാര്യം. കോസിൻ്റെ ഡെറിവേഷൻ മൈനസ് സൈൻ എക്സ് ആണ്. പക്ഷേ നമ്മളിവിടെ എഴുതിയത് എന്താ? ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ചെറിയ മൈനസ് ആണ്, അപ്പുറത്തൊക്കെ മാറ്റിയൊരു ഇട്ടുണ്ടാകുന്നുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ. പിന്നെ ഈ എഴുതിയിരിക്കുന്ന 3 ഫോർമുലാസുകൾ, 3 എണ്ണമല്ല, ശരിക്കും അതിൽ 6 ഫോർമുലാസുകളുണ്ട്. അത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേഷൻ എന്താണ് വരിക? 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിലോ മൈനസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ആശയം ഇവിടെ വരുന്നു. കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതാകുമ്പോൾ മൈനസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. പക്ഷെ ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ്. അപ്പോൾ ആ മൈനസ് അവിടെ ഈക്വലൈസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? ഇൻ്റഗ്രൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നതിനെ ഒന്നില്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞെടുക്കാം. അതുപോലെ തന്നെ മറ്റ് 2 കാര്യങ്ങളും, അതായത് ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ x√x² - 1 എന്ന് പറയുന്നത് സീക്ക് ഇൻവേഴ്സ് എക്സ് ഓർ മൈനസ് കോസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞെടുക്കാം. അതുമാതിരി ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ 1+x² ടാൻ ഇൻവേഴ്സ് എക്സ് ഓർ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ ആശയം പറയാം. ഇനി ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് പ്ലസ് സി. കാരണം എന്താ? ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേഷൻ എന്താണ്? ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇൻ്റഗ്രൽ 1/x dx എന്ന് പറയുന്നത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. നമുക്കറിയാം log എക്സിൻ്റെ ഡെറിവേഷൻ 1/x ആണ്. നേരെ തിരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇൻ്റഗ്രൽ എ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എ റേസ് ടു എക്സ് ബൈ ലോഗ് എ പ്ലസ് സി. ഈ ഫോർമുല വളരെ അപൂർവമായി മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. അതുപോലെ ഇൻവേഴ്സിൻ്റെ ഫോർമുലാസും നമ്മൾ കാര്യമായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. നമ്മുടെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് ഇൻവേഴ്സിൻ്റെ ഫോർമുലാസുകൾ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരം ഫോർമുലാസുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ മുൻപിലേക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എല്ലാ ഫോർമുലാസും ഓർമ്മയിലുണ്ടായിരിക്കണം. ഇത്രയുമാണ് നമുക്ക് ഫോർമുലാസുകളായിട്ട് ഇപ്പോൾ നിലവിൽ വരുന്നത്. ഇനി നമ്മൾക്ക് ഫോക്കസ് ഏരിയയിൽ വരുന്നൊരു ഭാഗമുണ്ട്, ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അവിടെ നമ്മൾക്ക് ഒരു 3-4 ഫോർമുലാസുകൾ കൂടി ഇനിയും പഠിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നതിൻ്റെ ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് ഒന്ന് പോവാണ്. അതിനുവേണ്ടി ഞാനൊരു ഗ്രാഫ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ആ ഗ്രാഫ് കാണാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം y = x² എന്ന് പറയുന്ന ഒരു കർവ്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. y = x² എന്ന് പറയുന്ന കർവ്. പിന്നെ അതിനെ ഒരു യൂണിറ്റ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് y = x² + 1 എന്ന് പറഞ്ഞ ഗ്രാഫ് കിട്ടുക. അതുമാതിരി y = x² + 2 എന്ന് പറഞ്ഞ ഗ്രാഫ് കിട്ടും. y = x² - 1 എന്ന് പറഞ്ഞ ഗ്രാഫ് കിട്ടുന്നു. അപ്പോൾ ഈ ഗ്രാഫുകളൊന്നും ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോ കർവുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യമാണ്.
ഈ കർവിൻ്റെ എല്ലാം സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? 2x ആണ് വരുന്നത്. അതായത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x ആണ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 2x ആണ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2 2x ആണ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 2x ആണ് വരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് പറയുന്നതിൽ സിക്ക് ഓരോരോ വാല്യൂസ് കൊടുത്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ജിയോമെട്രിക്കൽ ഐഡിയ വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നമ്മൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു ലൈൻ എടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ നമ്മൾ വരച്ചിരിക്കുന്ന ടാൻജന്റ് ലൈനുകളെല്ലാം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ ഏതാ വരിക? ഇവിടെ ഒരു പോയിന്റ് വരും, ഇവിടെ ഒരു പോയിന്റ് വരും, ഇവിടെ ഒരു പോയിന്റ് വരും, ഇവിടെ ഒരു പോയിന്റ് വരും. ഈ പോയിന്റുകളെല്ലാം എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ഒരു ലൈനിന്റെ മുകളിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഈ ലൈനുകളെല്ലാം എന്താണ്? പാരലൽ ആയിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മൾക്കറിയാവുന്ന മറ്റൊരു കാര്യം എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. എക്സ് എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആയിട്ട് നിലനിൽക്കുന്ന കുറച്ച് കർവുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളൂ. ഇതുപോലെ ഇനിയും കുറേ കർവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വരയ്ക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ആശയത്തിനെ നമുക്ക് ഇന്റഗ്രൽ എന്ന് പറയുന്നതിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഇന്റഗ്രലിലേക്ക് വരിക? ഇന്റഗ്രൽ 2x dx എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് പറഞ്ഞ ആശയത്തിന് തുല്യമാണ്. അപ്പോൾ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരേ ഒരു ഫംഗ്ഷൻ മാത്രമല്ല ഇവിടെ കിട്ടുന്നത്. പല ഫംഗ്ഷൻസുകളാണ് അവിടെ വരുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആൻസറായിട്ട് നിൽക്കുന്നുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 2 ഉണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 1 ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് പറഞ്ഞ ആശയമുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും നിലനിൽക്കുന്നത് എന്താണ്? ഫാമിലി ഓഫ് കർവ്സ് ആണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ജനറൽ ഐഡിയയിൽ എന്ത് പറയാം? ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ആശയമാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഫാമിലി ഓഫ് കർവ്സുകളാണ് കിട്ടുന്നത്. ആ ഫാമിലി ഓഫ് കർവ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിൽ ഓരോ മെമ്പേഴ്സിനെയും കണ്ടെത്തണമെങ്കിൽ സിക്ക് ഓരോ വാല്യൂസുകൾ കൊടുത്താൽ മതി. സിക്ക് 0 കൊടുക്കുമ്പോൾ ഒരു മെമ്പറെ കിട്ടും, 1 കൊടുക്കുമ്പോൾ മറ്റൊരു മെമ്പറെ കിട്ടും, -1 കൊടുക്കുമ്പോൾ മറ്റൊരു മെമ്പറെ കിട്ടും. അപ്പോൾ ഓരോ മെമ്പേഴ്സ് എന്ന് പറയുന്ന ആശയത്തെ കിട്ടുന്നു. ഈ മെമ്പേഴ്സുകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും എന്ത് ചെയ്താൽ മതി? ഈ കർവുകളെ പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന മെമ്പേഴ്സുകളൊക്കെ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ബോർഡിൽ കിടക്കുന്നത്. നിങ്ങളിവിടെ നോക്കിയാൽ മതി. ഡെറിവേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് പറഞ്ഞാൽ 2x ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതിൽ സി എന്ന് പറയുന്നതിന് 0 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ വരുന്നു. സി എന്ന് പറയുന്നതിന് 1 അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 വരുന്നു. എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് 1ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പാരലായിട്ട് ഒരു യൂണിറ്റ് എന്ത് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് 2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ് സ്ക്വയർ മൈനസ് 1 കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റ് മെമ്പേഴ്സുകളെല്ലാം കണ്ടെത്താൻ വേണ്ടി പറ്റും. ഈ ഒരു ആശയമാണ് നമ്മുടെ ജിയോമെട്രിക്കൽ ഐഡിയ ആയിട്ട് ഇവിടെ കയറി വരുന്നത്. അതിപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ കർവിൽ മാത്രമല്ല, ഇതുപോലെ ഏത് ഫംഗ്ഷൻ്റെ കാര്യം എടുത്ത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്താലും അതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നതിൻ്റെ ജിയോമെട്രിക്കൽ ആശയത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കർവുകൾ എന്ത് ചെയ്താൽ മതി? പാരലായിട്ട് ഷിഫ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിലെ ഫാമിലി ഓഫ് കർവ്സ് എന്ന് പറയുന്നതിൻ്റെ ജിയോമെട്രിക്കൽ ആശയം കണ്ടെത്താൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സം പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. പ്രധാനമായും 3 പ്രോപ്പർട്ടീസുകളാണ് പറയാനുള്ളത്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആശയം തന്നെയായിരിക്കും. ഇപ്പോൾ ഡെറിവേറ്റീവും ഇൻ്റഗ്രലും ഒരുമിച്ച് വരുന്നുണ്ട്. ഒന്ന് മറ്റേതിന് ഇൻവേഴ്സ് പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി ഒന്നും ഉണ്ടാവുള്ളൂ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ആശയം മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ്. അതായത് രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇൻ്റഗ്രൽസുകൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെയാണ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ആശയത്തിലും ചെയ്യേണ്ടത്. അതാണ് അവിടെ നമ്മൾ പ്രത്യേകമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സബ്ട്രാക്ഷൻ്റെ കാര്യം വരുന്നതുകൊണ്ട് ഇവിടെ എന്തുകൂടി നമുക്ക് കൊടുക്കാം? മൈനസ് എന്ന് പറഞ്ഞ കാര്യം കൂടിയും കൊടുക്കാം. അപ്പോൾ അഡീഷൻ പറയുമ്പോൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ജി ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ആശയം നമുക്ക് ചിന്തിക്കാം. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഇന്റഗ്രൽ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ്. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കെ ഇൻറ്റു ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ആശയം ചെയ്താൽ മതി. കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇൻ്റഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി? കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് പ്രധാനമായിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ വരുന്നത്. ഇനി നമുക്ക് ചെയ്യുവാനുള്ളത്, തൊട്ട് മുമ്പേ കുറച്ച് ഫോർമുലാസുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിരുന്നു. ആ ഫോർമുലാസുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് പറയാനുള്ളത്. അതിലൊന്നാമത്തെ ചോദ്യമാണ് ബോർഡിൽ നോക്കിയാൽ കാണുന്നത്. ഇന്റഗ്രൽ എക്സ് റൈസ്ഡ് ടു 2/3 + 1 dx എന്ന് പറയുന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം.
ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് പ്ലസ് വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, ഇൻ്റഗ്രേഷൻ സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. പ്രോപ്പർട്ടീസ് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിനടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ വിചാരിക്കാം, ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 2/3 dx പ്ലസ് ഇൻ്റഗ്രൽ 1 dx. എക്സ് റേസ് ടു n എന്ന് പറഞ്ഞ രൂപത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് റേസ് ടു 2/3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2/3 പ്ലസ് 1 എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n പ്ലസ് 1 പ്ലസ് ഇൻ്റഗ്രൽ 1 dx. ഡയറക്റ്റ് ഫോർമുലയാണ് എക്സ്. ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാനൊരു പ്ലസ് സി ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്യാണ്. എല്ലാ ചോദ്യത്തിലും നമ്മളത് ചെയ്യുകയും ചെയ്യും. ഇതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റേസ് ടു 2/3 പ്ലസ് 1 എന്ന് പറയുന്ന കാര്യം ബൈ 1 കൊടുക്കുക, ക്രോസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 പ്ലസ് 3 ഡിവൈഡ് ബൈ 3, അതായത് 5/3. ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 5/3 ഡിവൈഡഡ് ബൈ 5/3 പ്ലസ് എക്സ് പ്ലസ് സി. ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ എഴുതിയാൽ ഈ ഡിവൈഡഡ് ബൈ 5/3 എന്ന് പറയുന്നതിന് പകരം 3/5 എക്സ് റേസ് ടു 5/3 പ്ലസ് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞെഴുതാം. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇങ്ങനെ പ്ലസ് മൈനസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആശയം ചെയ്യാം. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 3/2 dx പ്ലസ് ഇൻ്റഗ്രൽ 2e റേസ് ടു എക്സ് dx മൈനസ് ഇൻ്റഗ്രൽ 1/x dx. എക്സ് റേസ് ടു 3/2 എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ എക്സ് റേസ് ടു 3/2 പ്ലസ് 1 ബൈ 3/2 പ്ലസ് 1 എക്സ് റേസ് ടു n എന്ന് പറയുന്ന രൂപത്തിലാണ്. ഓക്കെ, പ്ലസ് 2 കോൺസ്റ്റന്റ് ആണ് മാറ്റി എഴുതി. ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് തന്നെയാണ്. മൈനസ് ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് മോഡ് എക്സ്. എല്ലാ ഇൻ്റഗ്രേഷനും കഴിഞ്ഞു, അതുകൊണ്ട് ഒരു പ്ലസ് സി കൊടുക്കുന്നു. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. എക്സ് റേസ് ടു 3/2 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/2 പ്ലസ് 1 ഈക്വൽ ടു 3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 5/2. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ എന്ത് എഴുതാം, 5/2 എന്ന് പറഞ്ഞാൽ ആര് എഴുതാം, ഡിവൈഡഡ് ബൈ 5/2 പ്ലസ് 2e റേസ് ടു എക്സ് മൈനസ് ലോഗ് മോഡുലസ് എക്സ് പ്ലസ് സി. ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. 5/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് റേസ് ടു 5/2 പ്ലസ് 2e റേസ് ടു എക്സ് മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. അടുത്ത ചോദ്യത്തിൽ ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഫോർമുലാസുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം ഡിവിഷൻസുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിവിഷൻ സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി അവിടെ എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിനെ നമുക്ക് എക്സ് റേസ് ടു മൈനസ് 2 എന്ന് പറഞ്ഞ് എഴുതാം. കാരണം എന്താണ്, എ റേസ് ടു മൈനസ് എൻ എന്ന് പറഞ്ഞാൽ 1 ബൈ എ റേസ് ടു എൻ ആണ്. ഇത് നമ്മൾ തിരിച്ചൊന്ന് ആലോചിക്കുക. 1 ബൈ എ റേസ് ടു എൻ എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം, എ റേസ് ടു മൈനസ് എൻ എന്ന് പറഞ്ഞ് എഴുതാം. ആ നിയമമാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സ്. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് വരുമ്പോൾ എപ്പോഴും നിങ്ങൾ എക്സിൻ്റെ പവറിൽ 1 ഉണ്ട് എന്ന് ചിന്തിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു എൻ ഫോമുല ആണ് എക്സ് റേസ് ടു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 മൈനസ് എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2 പ്ലസ് 1 പ്ലസ് സി. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 1 പ്ലസ് സി. ഈ മൈനസ് കൂടി ചേരുമ്പോൾ പ്ലസ് ആവും. എക്സ് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്, 1 ബൈ എക്സിന് തുല്യമാണ്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1 ബൈ എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ് എഴുതാം. അടുത്ത ചോദ്യം ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ 4e റേസ് ടു 3x പ്ലസ് 1 dx വിച്ച് ഇസ് ഈക്വൽ ടു 4 കോൺസ്റ്റന്റ് ആണ് മാറ്റി എഴുതി, ഇൻ്റഗ്രൽ e റേസ് ടു 3x dx പ്ലസ് ഇൻ്റഗ്രൽ 1 dx. അപ്പോൾ ഞാൻ കോൺസ്റ്റന്റ് പുറത്തേക്ക് നിർത്തുകയും ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു e റേസ് ടു 3x എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ e റേസ് ടു 3x തന്നെയാണ് വരിക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഇങ്ങനെ എക്സ് അല്ലാതെ ഏത് ടേം വരികയാണെങ്കിലും അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 3x എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് എത്ര വരിക, 3 ആണ് വരിക. ആ 3 എന്ത് ചെയ്യണം, നമ്മൾ ഡിവൈഡ് ചെയ്യണം. അത് നിർബന്ധമാണ്. കാരണം ഫോർമുല പറയുന്നത് എന്താ, ഡെറിവേഷൻ ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് ആണ്. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റേസ് ടു എക്സ് പ്ലസ് ഇ ആണ്. ഇവിടെ ഇങ്ങനെ എക്സ് അല്ലാതെ വേറെ ഏത് ടേം വരികയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, പ്ലസ് 1 പ്ലസ് സി. അടുത്ത ചോദ്യം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്
ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എക്സ് സ്ക്വയർ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ആണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരിക. അതിന് പകരം 1 എഴുതാം ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ഡി എക്സ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് ബൈ 3. കാരണം എക്സ് റേസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 എന്നിനേക്കാൾ 1 കൂടുതലാണ്. ഇവിടെ 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എക്സ് ക്യൂബ് ബൈ 3 എന്ന് പറഞ്ഞ കാര്യം എഴുതാം മൈനസ് എക്സ് പ്ലസ് സി. അടുത്ത ചോദ്യം ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഡി എക്സ്. രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്. കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു, കൂടാതെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നു. എ ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് ബി ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് സി ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ്. ഇവിടെ സി പോയാൽ ബാക്കി 1 ഉണ്ടാവും. ഓക്കെ, എ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് ബി ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വിചാരിക്കണം? എക്സ് റേസ് ടു 1 വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ വരിക? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് സി ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് പ്ലസ് സി. ഇത് ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ആണ്, ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കോൺസ്റ്റന്റ് ആണ്. രണ്ടും തമ്മിൽ അങ്ങോട്ട് മാറിപ്പോരുത്, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം ഇൻ്റഗ്രൽ റൂട്ട് എക്സ് മൈനസ് 1 ബൈ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇതൊരു എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലാണ്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് വരും മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു 1 ബൈ റൂട്ട് എക്സ് പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 വരുന്നു ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് എന്ന് പറയുന്നതിൻ്റെ സ്ക്വയർ എക്സ് വരുന്നു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ഇൻറ്റു ഡി എക്സ്. അപ്പോൾ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൂട്ട് എക്സും ക്യാൻസൽ ചെയ്യാം. നമ്മൾ ഇൻ്റഗ്രേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് 2 കോൺസ്റ്റന്റ് ആണ് പുറത്ത് നിർത്തി, ബാക്കി ഇൻ്റഗ്രൽ 1 ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ്. എക്സ് റേസ് ടു 1 ഡി എക്സ് ആക്കി മാറ്റുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് പ്ലസ് ലോഗ് മോഡ് എക്സ് പ്ലസ് സി. അടുത്ത ചോദ്യത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഡിവിഷനിൽ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ടേമിനെയും സെപ്പറേറ്റ് ആക്കുക, എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 5x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാക്കി മാറ്റുക. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുള്ളൂ? ബാക്കി എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് 5 കോൺസ്റ്റന്റ് ആണ് മാറ്റി എഴുതി ഇൻ്റഗ്രൽ, ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ അവിടെ 1 ഡി എക്സ് ആണ് ഉണ്ടാവുക. മൈനസ് 4 കോൺസ്റ്റന്റ് ആണ് മാറ്റി എഴുതി ഇൻ്റഗ്രൽ 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിനെ എക്സ് റേസ് ടു മൈനസ് 2 ഡി എക്സ് എന്ന് പറഞ്ഞ ആശയം ചിന്തിക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1 ആണെങ്കിൽ ആൻസർ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 വരും പ്ലസ് 5x മൈനസ് 4 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2 പ്ലസ് 1 പ്ലസ് സി വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 5x. ഇവിടെ -1 ആണ് വരിക, ഇവിടെ -1 ആണ് വരിക. ഇവിടുത്തെ ഈ -1 ഇവിടേക്ക് ചേരുമ്പോൾ പ്ലസ് ആയിട്ട് മാറി പ്ലസ് 4 ബൈ എക്സ് പ്ലസ് സി. കാരണം ഇത് എക്സ് റേസ് ടു -1 ആണ്. എക്സ് റേസ് ടു -1നെ 1 ബൈ എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. അത് ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടാണ് 4 ബൈ എക്സ് എന്ന് പറഞ്ഞ ആശയം ആക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ 2x മൈനസ് 3 cos x പ്ലസ് ഇ റേസ് ടു എക്സ് ഡി എക്സ്. കോൺസ്റ്റന്റ് പുറത്തിടുക, ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് മൈനസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. 2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 1 ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 വരും മൈനസ് 3 ഇൻറ്റു കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ എക്സ് പ്ലസ് ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് പ്ലസ് സി. ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എക്സ് സ്ക്വയർ മൈനസ് 3 സൈൻ എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞു എഴുതാം. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് ഇൻ്റഗ്രൽ 2x സ്ക്വയർ മൈനസ് 3 സൈൻ എക്സ് പ്ലസ് 5 റൂട്ട് എക്സ് ഡി എക്സ്. കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ കോൺസ്റ്റന്റ് പുറത്തിട്ടു, ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തു. മൈനസ് 3 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് പ്ലസ് 5 ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 എക്സ് റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1 ഫോർമുല അപ്ലൈ ചെയ്യുന്നു. മൈനസ് 3 സൈൻ എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രലിൽ മൈനസ് കോസ് എക്സ് പ്ലസ് 5 ഇൻറ്റു ഈ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റൂട്ട് എക്സ് വന്നു കഴിഞ്ഞാൽ അതിനെ എക്സ് റേസ് ടു 1/2 എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ എക്സ് റേസ് ടു n ഫോർമുലയായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. 2x ക്യൂബ് ബൈ 3 പ്ലസ് 3 കോസ് എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 പ്ലസ് സി.
which is equal to 2x cube by 3 plus 3 cos x plus 5 into 1/2 plus 1 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. 1.5 ആണ് വരിക. അതിനെ നമ്മൾ പ്രോപ്പർ ആക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും 3/2 ആണ് വരിക. അപ്പോൾ x raised to 3/2 ആണ് അവിടെ വരിക. താഴെയും 3/2 ആണ് വരിക. ഈ താഴെ വരുന്ന 3/2 ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞതിന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആക്കിയാൽ എന്ത് വരും? 2/3 ഇൻറ്റു x raised to 3/2 പ്ലസ് c ആണെങ്കിൽ നമുക്ക് ഇതിനടുത്ത സ്റ്റെപ്പിൽ എന്താക്കി മാറ്റാം? 10/3 എന്നാക്കി മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഫൈനൽ ആൻസറിൽ 2x cube by 3 plus 3 cos x plus 10/3 x raised to 3/2 plus c എന്ന് എഴുതാം. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ sec x into sec x plus tan x dx. നേരിട്ട് നോക്കിയാൽ ഇതൊരു ഫോർമുല അല്ല, പക്ഷേ sec x എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇന്റഗ്രൽ sec സ്ക്വയർ x പ്ലസ് sec x tan x dx. ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ sec സ്ക്വയർ x dx പ്ലസ് ഇന്റഗ്രൽ sec x tan x dx. രണ്ടിനും ഫോർമുല ഉണ്ട്. ഇന്റഗ്രൽ sec സ്ക്വയർ x dx എന്ന് പറഞ്ഞാൽ tan x ആണ്, പ്ലസ് ഇന്റഗ്രൽ sec x tan x dx എന്ന് പറയുന്നത് sec x പ്ലസ് c. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ബോർഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണുന്നത്. ഇന്റഗ്രൽ cosec സ്ക്വയർ എക്സ്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cosec സ്ക്വയർ എക്സ് വരും. ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ dx വരും. പ്ലസ് ഇന്റഗ്രൽ cosec x into cot x, cosec x into cot x dx. ആദ്യത്തതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മൈനസ് കോട്ട് എക്സ് പ്ലസ് ഇന്റഗ്രൽ cosec x cot x dx എന്ന് പറയുന്നത് മൈനസ് cosec x പ്ലസ് c. ഇത് വേണമെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? മൈനസ് കോട്ട് എക്സ് മൈനസ് cosec x പ്ലസ് c. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ sec സ്ക്വയർ എക്സ് ബൈ cosec സ്ക്വയർ എക്സ് dx. നമുക്ക് ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഡിവിഷൻ വരുമ്പോൾ നമുക്ക് മുകളിലത്തേനും ഫോർമുല വരും, താഴത്തേനും ഫോർമുല വരും. പക്ഷേ ഡിവിഷനിൽ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മൾ ഇതുവരെയും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാവുന്ന ഫോർമുലയിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതിനു വേണ്ടി ചെയ്യേണ്ടത് ഇന്റഗ്രൽ cosec സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായി? റെസിപ്രോക്കലായി, അതായത് സൈൻ സ്ക്വയർ എക്സ് ആയി. ഡിവൈഡഡ് ബൈ sec സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ താഴേക്ക് കൊണ്ടുവന്നാൽ എന്തായിട്ട് മാറിയത്? കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ്. കാരണം സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്താണ്? ടാൻ സ്ക്വയർ എക്സ് ആണ്. ഇതിൽ ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞതിന് എന്തില്ല? ഫോർമുല ഇല്ല. അപ്പോൾ നമ്മളിതിനെ ഫോർമുല ഉള്ളതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ sec സ്ക്വയർ എക്സ് മൈനസ് 1 ഡി എക്സ്. ഇതാണ് എന്ത് വരിക? ടാൻ സ്ക്വയർ എക്സ് വരിക. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഐഡന്റിറ്റി ആണത്. നമ്മൾ പഠിച്ചിരിക്കുന്നതായിരിക്കും 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് sec സ്ക്വയർ എക്സ് ആണ്. അവിടെ നിന്ന് ഒന്ന് എന്ത് ചെയ്താൽ മതി? അപ്പുറത്തേക്കും ടേമുകൾ കൊണ്ടുപോയിട്ടൊന്ന് അറേഞ്ച് ചെയ്താൽ മതി. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ sec സ്ക്വയർ എക്സ് ഡി എക്സ് വരും. അതിൻ്റെ ആൻസർ ടാൻ എക്സ് മൈനസ് ഇന്റഗ്രൽ 1 ഡി എക്സ് വരും. അതിൻ്റെ ആൻസർ എക്സ് പ്ലസ് സി. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ 2 മൈനസ് 3 സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറ്? ഡിവിഷൻ വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് കൊടുക്കുക. 2 ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് കൊടുക്കുക മൈനസ് 3 സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ആശയം കൊടുക്കുക. ഇതിലെ കോൺസ്റ്റന്റ് പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ഇന്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് വരിക. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? sec സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എഴുതാം. കാരണം 1 ബൈ കോസ് സീക്കിന് തുല്യമാണ്. അപ്പോൾ 1 ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ sec സ്ക്വയർ എക്സ് ആയി. മൈനസ് 3 പുറത്തേക്ക് നിർത്തി. ബാക്കി സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞ കാര്യം വരുന്നുണ്ട്. അതിനൊരു ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ എഴുതാം. പിന്നെ ബാക്കി നിൽക്കുന്നത് 1 ബൈ കോസ് എക്സ് ആണ്. 1 ബൈ കോസ് എക്സിന് പകരം എന്ത് എഴുതാം? sec എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ആശയം പറയാം. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സൈൻ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സിനെ എങ്ങനെ എഴുതാം? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എഴുതാം. അതിലെ ഈ പാർട്ട് മാത്രം എടുക്കുമ്പോൾ ടാൻ എക്സ് വരും. പിന്നെ ഇവിടെ വരുന്നത് എന്താണ്? 1 ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞ ആശയമാണ്. ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? sec എക്സ് എന്ന് പറഞ്ഞ ആശയം കൊടുക്കാം. അങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടും ഫോർമുലയായി. 2 ടാൻ എക്സ് മൈനസ് 3 sec എക്സ് പ്ലസ് സി. മൾട്ടിപ്ലിക്കേഷൻ ഏത് ഓർഡർ വേണമെങ്കിൽ വായിക്കാം. ടാൻ എക്സ് ഇൻറ്റു sec എക്സ് വായിക്കാം, അല്ലെങ്കിൽ sec എക്സ് ഇൻറ്റു ടാൻ എക്സ് വായിക്കാം. sec എക്സ് ഇൻറ്റു ടാൻ എക്സ് വായിക്കുമ്പോഴാണ് നമുക്ക് ഫോർമുലയിലേക്ക് കണക്ഷൻ പോകുന്നതും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ 2 ടാൻ എക്സ് മൈനസ് 3 sec എക്സ് പ്ലസ് സി ആണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ ക്ലാസ്സിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോർമുലാസുകൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഫോക്കസ് ഏരിയയിൽ ഫസ്റ്റ് വരുന്ന സെക്ഷൻ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്.
സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമ്മൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയ തന്നെ വരുന്നത് നമ്മൾക്ക് അറിയാവുന്ന ഫോർമുലയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത് എക്സിലാണ് ക്വസ്റ്റ്യൻസുകൾ തരിക. അത് അതേ വേരിയബിൾ കിടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തുകൊണ്ട് നമുക്കറിയാവുന്ന ഫോർമുലയിലേക്ക് കണക്ട് ചെയ്യുന്നു, ഇൻ്റഗ്രേഷൻ ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും നമ്മളത് റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ഒരു ഐഡിയ ആണ് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഇന്ന് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 17 ഫോർമുലാസുകളുണ്ട്. അതിലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഫോർമുലാസ് മാറ്റി നിർത്തി ബാക്കിയുള്ള ഫോർമുലാസുകൾ ഭൂരിഭാഗവും നിങ്ങൾക്ക് ഓർമ്മയിൽ കൊണ്ടുവരേണ്ടി വരും. ഇൻവേഴ്സും പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റുമെന്നില്ല, അത് നിങ്ങൾ പഠിച്ചു വെക്കുക തന്നെ വേണം. അപ്പോൾ മെയിനായിട്ട് ആ ഫോർമുല അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും നിർബന്ധമായും പഠിക്കണം. പിന്നെ ചില ഇൻ്റഗ്രേഷൻസുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഫോർമുലയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരിക, പ്രത്യേകിച്ച് ഓൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ക്യൂബ് അല്ലെങ്കിൽ കോസ് സ്ക്വയർ എക്സ് എന്നൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നു, അതിനുശേഷം നമ്മൾ ഫോർമുലയിലേക്ക് കണക്ട് ചെയ്യുന്നു. ആ ചെറിയൊരു ലോജിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇതിനോടൊപ്പം എക്സ്ട്രാ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ശരിക്ക് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാനുള്ള ഒരു ബേസിക് ഐഡിയ മാത്രമാണ്. അതുപോലെ ശ്രദ്ധിച്ച് ക്ലാസ് ഒബ്സർവ് ചെയ്യുക. അടുത്ത ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും നിർബന്ധമായും ഫോർമുലാസുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടുത്ത ക്ലാസ് നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പാടുകയുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഫോക്കസ് ഏരിയയുടെ ഫസ്റ്റ് സെക്ഷനായ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.